ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് BGM എന്ന് പറയുന്നത്. എന്തൊക്കെ കഥയുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സിനിമയുടെ ഇമോഷണൽ സീൻസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പ്രത്യേക സീൻസുകൾക്ക് അത്രത്തോളം ഇമ്പാക്ട് വരുന്നുള്ള പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് BGM എന്ന് പറയുന്നത്. അത് എന്തിരുന്നെന്ന് പറഞ്ഞാലും ഒരു BGM ഇല്ലാത്ത സിനിമ എന്ന് പറയുന്നത് വെറുതെ ഒരു ശൂന്യതയാണ് കാണിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആ മ്യൂസിക് കൊണ്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിനിമയിലെ നെഗറ്റീവായിട്ട് പറയുന്ന 3 ഫാക്ടേഴ്സ് ആണ് കോസ്റ്റ്യൂം, അതുപോലെ തന്നെ കഥയിലെ ഒരു അപര്യാപ്തത, പിന്നീടുള്ളത് BGM. ഏറ്റവും എടുത്തു പറയുന്നത് BGM തന്നെയാണ്. മലയാളത്തിന്റെ ഹാൻസ് സിമ്മർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദീപക് ദേവ് ഈ ഒരു പ്രത്യേക മ്യൂസിക് ഇമ്പാക്റ്റ് ഒക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു BGMന് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇല്ല. അത് പലയിടത്തും പല സീൻസിലും അത്രത്തോളം ഇമ്പാക്റ്റ് സൃഷ്ടിച്ചില്ല. അത് തന്നെയാണ് ആ ഒരു സിനിമയ്ക്ക് വലിയൊരു വിസ്മയത്തിൽ വന്നിട്ട് ഒരു സ്ലോ പേസ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് BGMനെ കുറിച്ചാണ്. നിങ്ങൾ തെലുങ്കിലെ ബാലയ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല, നമുക്ക് ഊഹിക്കാവുന്ന കഥയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു സിനിമയുടെ ഓരോ സീൻ ബൈ എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് ബാലയ്യെ ഉണ്ടാക്കിക്കുന്ന ഒരു മാസ്, അല്ലെങ്കിൽ ആ സീനിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു മാസ് എന്ന് പറയുന്ന തമന്റെ മ്യൂസിക് തന്നെയാണ്. ഓരോ സീനും, പ്രത്യേകിച്ച് ആക്ഷൻ സീൻസ് ഒക്കെ നമുക്കൊരു അഡ്രിനൽ റഷ് വരാനുള്ള പ്രധാന കാരണം തമന്റെ മ്യൂസിക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ വീണ്ടും വീണ്ടും എടുത്ത് കാണാനുള്ള കാരണം ഈ ഒരു മ്യൂസിക് ആണ്. നേരെ മറിച്ച് നമ്മുടെ മോഹൻലാലിന്റെ തന്നെ LJP കോംബോയിൽ വന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് ഇതിനു മുമ്പ് തന്നെ ഇനു പാപ്പച്ചൻ തന്നെ മോഹൻലാലിന്റെ ഇൻട്രോ വരുമ്പോൾ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞ് അവസാനം അദ്ദേഹം തന്നെ എയറിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മ്യൂസിക്കിന്റെ ഒരു അഭാവമാണ്. മോഹൻലാൽ ഇൻട്രോ തന്നെ നോക്കിയാൽ കാണാം, നമുക്കറിയാം കുറെ മോഹൻലാൽ ഷോട്ട്സ് ഉണ്ട്, ലെഗ് വന്ന് കുത്തുന്ന ഒരു സീൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഷോട്ടിൽ മലൈക്കോട്ടെ വാലിബനിൽ നമുക്ക് കിട്ടുന്ന പാട്ടയടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ്. അതുപോലെ പല ഇമോഷൻ സീൻസിലും മ്യൂസിക് ഇല്ല. അവിടെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ അഭിനയിച്ചു എന്ന് പറഞ്ഞാലും അതിനൊരു ഇമ്പാക്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ പൂർണ്ണത കിട്ടുന്നത് ആ ഒരു മ്യൂസിക്കാലാണ്. അതിന്റെ ഒരു അഭാവത്താൽ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതുപോലെ മിക്സർ റിവ്യൂവിനേക്കാളും താഴ്ന്ന നെഗറ്റീവ് റിവ്യൂ കിട്ടിയത്. ഒരുപക്ഷെ ഒരു ഗംഭീര മ്യൂസിക് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ സോൾ എന്ന് പറയുന്നത് ആ ഒരു മ്യൂസിക് തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ആ ഒരു വിസ്മയം കുറച്ചുകൂടെ കൈയടി നേടി മുമ്പോട്ട് പോയേനെ. അത് തന്നെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇത്രയും വലിയ വർത്ത് ക്വാളിറ്റി 150 കോടി രൂപയ്ക്ക് എടുത്ത സിനിമയാണെന്ന് പറഞ്ഞാലും ആ ഒരു സിനിമയിൽ ഒരു BGMന്റെ അഭാവം ഭയങ്കരമായിട്ട് നിപ്പുണ്ട്. അത് പല സീൻസിലും നമ്മൾ കണ്ടതാണ്. നമ്മൾ ഇങ്ങനെ വരുന്ന ഒരു ഹൈ മൊമെന്റ് വരുന്ന സീൻസിലൊന്നും അത് കിട്ടുന്നില്ല. അത് തന്നെയാണ് പല റിവ്യൂവേഴ്സും പറയുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഒരു സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മ്യൂസിക് ആണ്. അത് പഴയ സിനിമകളോ ഏത് സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, ക്ലാസ് സിനിമകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ ഗംഭീരം എന്ന് പറയുന്ന മ്യൂസിക് തന്നെയാണ്. അപ്പൊ ഇനിയെങ്കിലും ഇനിയിപ്പോ എമ്പുരാന്റെ കാര്യം എടുത്തു പറയുന്ന എമ്പുരാന്റെ മ്യൂസിക്കിലെ BGMന്റെ ഒരു അഭാവം കൊണ്ട് തന്നെയാണ്. ഇനി ഒരു L3 ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ L3 ഒക്കെ വരാൻ പോകുന്ന ടൈമിലെങ്കിലും ഒരുപക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു ബ്രില്യന്റ് ഡയറക്ടർ ഈ ഒരു മ്യൂസിക്കിന്റെ കാര്യം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാവോ? അപ്പൊ ഇനിയുള്ള സിനിമകൾ വരാൻ പോകുന്ന, ഇനി എമ്പുരാൻ ആയിക്കോട്ടെ ഏതൊക്കെ സിനിമയാന്ന് പറഞ്ഞാലും ഒരു സിനിമയുടെ സോൾ എന്ന് പറയുന്നത് അതിന്റെ മ്യൂസിക് തന്നെയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണ്. ഇനി ഇറങ്ങുന്ന സിനിമകളും ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് കിട്ടുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് BGM തന്നെയാണോ എന്നുള്ള ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.